ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യദാം ഭാഗ്യദാം ഹസ്താഭ്യാമഭയപ്രദാം മണിഗണൈനാനാവിധൈർഭൂഷിതാം ഭക്താഭീഷ്ടഫലപ്രദാം ഹരിഹരബ്രഹ്മാദിവിസേവിതാം പാർശ്വേ പങ്കജശങ്കപത്മനിധിഭിः യുക്താം സദാശക്തിഭിः. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. കനകധാരാ സ്തോത്രത്തിലെ എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. കനകധാരാ സ്തോത്രത്തിലെ 6ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ശ്രീമന്നാരായണൻ്റെ മേലുള്ള നോട്ടവും ഭഗവാനെ ഹർഷപുളകിതമാക്കുന്നതും ആ നോട്ടം ഭക്തരായ അമ്മയുടെ സന്തതികളായ ഞങ്ങളിലേക്കും കാരുണ്യത്തോടുകൂടി ആ കടാക്ഷ വീക്ഷണം ഉണ്ടാകണം. അതുവഴി അമ്മയുടെ ഐശ്വര്യാനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം എന്ന പ്രാർത്ഥനയാണ് ശങ്കര ഭഗവത്പാദർ കനകധാരാ സ്തോത്രത്തിൽ പറയുന്നത്. തുടർന്നും അമ്മയുടെ ദൃഷ്ടിയുടെ മഹിമ, ദൃഷ്ടിയുടെ മാഹാത്മ്യത്തിനെ കുറിച്ച് അടുത്ത 6ാമത്തെ ശ്ലോകത്തിലും പറയണം. 6ാമത്തെ ശ്ലോകം എങ്ങനെ ചൊല്ലണമെന്നും ശ്ലോകത്തിൻ്റെ ചെറിയൊരു സാരവും നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. 6ാമത്തെ ശ്ലോകം. പ്രാപ്തം പദം പ്രഥമത ഖലു യത് പ്രഭാവാത് മംഗല്യഭാജി മധുമാധിനി മന്മഥേന മയ്യാപതേത്തദിഹ മന്ദരമീക്ഷിണാർദ്ധം മന്ദാലസം ച മകരാലയകന്യകായാം. പ്രാപ്തം പദം പ്രഥമത ഖലു യത് പ്രഭാവാത് മാംഗല്യഭാജി മധുമാധിനി മന്മഥേന മയ്യാപതേത്തദിഹ മന്ദരമീക്ഷിണാർദ്ധം മന്ദാലസം ച മകരാലയകന്യകായാഃ. പ്രാപ്തം പദം പ്രഥമത ഖലു യത് പ്രഭാവാത്. പരാശക്തി അമ്മേ, മധുമാധിനി മന്മഥേന പ്രാപ്തം പദം പ്രഥമത ഖലു യത് പ്രഭാവാത് മംഗല്യഭാജി മധുമാധിനി മന്മഥേന. അമ്മ, ലയോ മഹാലക്ഷ്മി, അമ്മയുടെ ദൃഷ്ടി ഒന്നുകൊണ്ട് മാത്രമാണ് മധുമഥനനായ മധുകൈടഭന്മാരിൽ മധുവിനെയും കൈടവനെയും ഇല്ലാതാക്കിയത്, അവരെ ഉന്മൂലനം ചെയ്തതും, ഭഗവതിയുടെ അനുഗ്രഹത്താൽ മധുകൈടഭന്മാരെയും ഇല്ലാതാക്കിയ മധുസൂദനനെ, ആ മധുസൂദന് മന്മഥൻ കാമദേവൻ ആ നാരായണനിൽ പ്രവേശിച്ചത്, അല്ലെങ്കിൽ കാമദേവന് ആ നാരായണനിൽ സ്ഥാനം കൊടുത്തത് അമ്മയുടെ ഈക്ഷണാർദ്ധം, അരനോട്ടം, കടക്കൺ നോട്ടം നാരായണനിൽ മാധവനിൽ പതിച്ചപ്പോഴാണ്. അങ്ങനെ ആ കാമദേവൻ പ്രവേശിച്ചതും അതുവഴി പരിപാലന കർമ്മത്തോടുകൂടി വ്യാപ്തമായിരുന്ന ഭഗവാന് കാമവികാരം ആദ്യമായി ഉണർത്തിയ
മധുമാധിനിയായിരുന്ന ആ ഭഗവതി അമ്മയുടെ ആ നോട്ടം, സമുദ്രപുത്രിയായ ജഗദീശ്വരി മകരാലയ കന്യകായ ആ അമ്മയുടെ ആ നോട്ടം കൊണ്ട് കാമദേവൻ നാരായണനിൽ പ്രവേശിച്ചു. നാരായണനിൽ കാമവികാരത്തെ ഉണർത്തുവാൻ സാധിച്ചു. നിശ്ചലമായി പറയുന്നു, കർമ്മങ്ങളിൽ വ്യാപ്തമായിരിക്കുന്ന കാമദേവൻ മഹാവിഷ്ണു, കർമ്മത്തിൽ വ്യാപ്തമായിരിക്കുന്ന മഹാവിഷ്ണുവിന് കാമദേവന്റെ ഒരു പ്രവേശനം ലഭിച്ചത് എന്നൊരർത്ഥം പറയുമ്പോഴും മോഹിനീരൂപധാരണം കൊണ്ടും അത് സംഭവമല്ലേ? കാരണം സൗന്ദര്യലഹരിയിലെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയും, അമ്മയെ ഭജിച്ചതുകൊണ്ടാണ് കാമദേവന്, അനങ്കനായ കാമദേവന് ലോകത്തെ വശീകരിക്കുവാൻ സാധിച്ചതെന്ന് പറയും. മാത്രവുമല്ല, ഹരിസ്ത്വാമാരാധ്യ പ്രണത ജന സൗഭാഗ്യജനനീ. മഹാവിഷ്ണു മോഹിനി വേഷം, ആ കാമദേവന്റെ വശ്യത നാരായണന് ലഭിച്ചത് ജഗദീശ്വരയെ ആരാധന ചെയ്തതുകൊണ്ടാണ്. ഇന്ന് സൗന്ദര്യലഹരിയിലെ ഒരു ഭാവാർത്ഥം ഇതിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും കാണാം, അമ്മയുടെ നോട്ടം കൊണ്ട് കാമവിവശനല്ല നാരായണനായത്, കാമദേവന്റെ വശ്യത നാരായണനിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ വശ്യതയാണ് മോഹിനി രൂപം ധരിച്ച് സകല ദേവദാനവന്മാരെയും വശീകരിക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെയുള്ള ആ വശ്യത ലഭിച്ചത് മഹാലക്ഷ്മിയുടെ ദൃഷ്ടി നാരായണനിൽ പതിച്ചതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഹാലക്ഷ്മിയുടെ ആ കടാക്ഷം, ആ ഐശ്വര്യലക്ഷ്മിയുടെ കടാക്ഷം എന്നിൽ വന്ന് പതിക്കുവാറാകട്ടെ. സാഗര നന്ദിനി മകരാലയ കന്യകായ, മകരാലയ കന്യകായ സമുദ്രപുത്രി മഹാലക്ഷ്മി അമ്മയുടെ ആ ഈക്ഷണാർദ്ധം കടക്കൺ ദൃഷ്ടി എന്നിൽ പതിക്കുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥന. നോക്കൂ, കാമം എന്ന് പറയുമ്പം പുരുഷാർത്ഥങ്ങളിൽ 3-ാമതാണ് കാമം. ധർമ്മ അർത്ഥ കാമ മോക്ഷ ചതുർവിധ പുരുഷാർത്ഥ പുണ്യഫല സിദ്ധ്യർത്ഥം നമ്മൾ സങ്കല്പമൊക്കെ ചെയ്യാറുണ്ട്. അതിൽ കാമം, ഇത് 4 കറക്റ്റായിട്ടൊരു ജീവിതത്തിൽ ആവശ്യവുമാണ്, അത്യന്താപേക്ഷിതവുമാണ്. 4 പൂർണ്ണമാണ്, പരിപൂർണ പുരുഷാർത്ഥങ്ങളും അനുഭവിച്ചാണ് മോക്ഷപദത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്മ ഐശ്വര്യം, ധനത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആ ധനത്തിൻ്റെ ദൃഷ്ടി, ഐശ്വര്യത്തിൻ്റെ ദൃഷ്ടി ഒരുവനിൽ പതിക്കുമ്പോഴാണ് അവൻ്റെ ആഗ്രഹപൂർത്തീകരണങ്ങൾ നടക്കുന്നത്. ആഗ്രഹം, കാമം ആഗ്രഹവുമായിട്ട് പറയാം, ഇല്ലേ? അപ്പോൾ കർമ്മവ്യാപ്തിയിൽ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അത് പരിപൂർണമാകുന്നത്, അതിൻ്റെ ഒരു വൈഭവം അനുഭവവേദ്യമാകണമെങ്കിൽ അവിടെ അതിൽ ഐശ്വര്യവും ധനത്തിൻ്റെ ഒരു കാര്യം വേണം. അപ്പോൾ ആ ഐശ്വര്യമാകുന്ന മഹാലക്ഷ്മിയുടെ ദൃഷ്ടി, ആ ധനമാകുന്ന മഹാലക്ഷ്മിയുടെ ദൃഷ്ടി എപ്പോഴാണോ കർമ്മത്തിൽ ഉണ്ടാകുന്നത്, അപ്പോൾ കാമപൂരണവും നടക്കുന്നു, ആഗ്രഹപൂരണവും നടക്കുന്നു എന്ന രീതിയിലും നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ ആ ദൃഷ്ടി നമ്മുടെ കർമ്മത്തിലും വ്യാപ്നോതി ഇതി വിഷ്ണു, വിഷ്ണു ബാഹുഭ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കർമ്മമേഖലയിൽ ഒക്കെ നമ്മൾ ചെയ്യുന്നതിലൊക്കെ അമ്മയുടെ ഐശ്വര്യം, അമ്മയുടെ ദൃഷ്ടി അവിടെ പതിക്കുമ്പോൾ അത് ഐശ്വര്യമായും ധനമായും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആഗ്രഹ സാഫല്യം നടക്കും. എല്ലാം അനുഭവിച്ച് അതിനതീതമായി പോകണമെന്നാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ കഥയെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാ ആസക്തിയിൽ അത് മനസ്സിലാക്കി, അതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അത് അതീതമായി പോകണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും വിടുകയുള്ളൂ. അതാണ് സന്യാസാശ്രമത്തിൻ്റെ ലക്ഷണവും. അതാണ്, ഒരാസക്തിയും പകുതി വെച്ച് പെട്ടെന്ന് ഉപേക്ഷിച്ച് സന്യാസത്തിൽ പോകാൻ സാധിക്കില്ല, അവർ തിരിച്ചു വരും. കർമ്മവാസന ഒടുങ്ങുമ്പോൾ മാത്രമേ ആ വാസനയ്ക്ക് അതീതമായി പോകുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രഹസ്യമായ ഒരു കാര്യവും കൂടി ഈ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞു വയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം.
ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. പ്രാപ്തം പദം പ്രഥമദഖലു യത്പ്രഭാവാൻ മംഗല്യഭാജി മധുമാധിനി മന്മഥേന മയ്യാപദേ തദിഹ മന്ദരമീക്ഷിണാർദ്ധം മന്ദാലസം ച മകരാലയ കന്യകായാഃ. ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. ഓം മഹാദേവേ നമഃ.